ജെറമിയ അധ്യായം 50. ബാബിലോണിന്റെ പതനം, ഇസ്രായേലിന്റെ മോചനം. കൽദായരുടെ ദേശമായ ബാബിലോണിനെ കുറിച്ച് ജെറമിയ പ്രവാചകന് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കുക, പതാക ഉയർത്തി ഘോഷിക്കുക, ഒന്നും ഒളിച്ചു വയ്ക്കാതെ വിളംബരം ചെയ്യുക. ബാബിലോൺ പിടിക്കപ്പെട്ടു, ബേൽ ലജ്ജിക്കുന്നു, മൊറോദാക്ക് സംഭ്രമിക്കുന്നു. ബാബിലോണിന്റെ വിഗ്രഹങ്ങൾ അപമാനിതമായി, അവളുടെ ബിംബങ്ങൾ കിടിലം കൊള്ളുന്നു. വടക്കുനിന്ന് ഒരു ജനത അവൾക്കെതിരെ വന്നിരിക്കുന്നു. അവർ അവളുടെ ദേശം ശൂന്യമാക്കും, ആരും അവിടെ വസിക്കുകയില്ല. മനുഷ്യരും മൃഗങ്ങളും പലായനം ചെയ്യും. ആ ദിവസം വരുമ്പോൾ ഇസ്രായേലും യൂദായും വിലപിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് ഒന്നിച്ചുകൂടും. അവർ സിയോനിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ടുള്ള വഴി ആരായും. അവർ പറയും, വരുക, അവിസ്മരണീയമായ ഒരു ശാശ്വത ഉടമ്പടി നമുക്ക് കർത്താവുമായി ചെയ്യാം. ഇടയന്മാർ വഴി തെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം. അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. കണ്ടവർ അവയെ വിഴുങ്ങി. അവയുടെ ശത്രുക്കൾ പറഞ്ഞു, തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശയുമായ കർത്താവിനെതിരെ അവർ പാപം ചെയ്തു. അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല. ബാബിലോണിൽ നിന്ന് ഓടിപ്പോകുവിൻ. ആട്ടിൻപറ്റത്തിന്റെ മുൻപിൽ മുട്ടാടുകൾ എന്ന പോലെ കൽദായരുടെ ദേശത്തു നിന്ന് പലായനം ചെയ്യുവിൻ. ഉത്തരദിക്കിൽ നിന്ന് ശക്തരായ ജനതകളെ ബാബിലോണിനെതിരെ ഞാൻ ഇളക്കിവിടും. അവർ അവൾക്കെതിരെ അണിനിരന്ന് അവളെ പിടിച്ചടക്കും. അവരുടെ അസ്ത്രങ്ങൾ വെറും കൈയോടെ മടങ്ങാത്ത ധീരയോദ്ധാവിനെ പോലെയാണ്. കൽദായ ദേശം കൊള്ളയടിക്കപ്പെടും. അവളെ കവർച്ച ചെയ്യുന്നവർക്ക് തൃപ്തിയാവോളം ലഭിക്കും. എൻ്റെ അവകാശമായ ജനത്തെ കൊള്ളയടിച്ചവരെ നിങ്ങൾ സന്തോഷിക്കുകയും വിജയഭേരി മുഴക്കുകയും ചെയ്യുന്നെങ്കിലും നിങ്ങൾ പുൽത്തകിടിയിൽ കൂത്താടി നടക്കുന്ന പശുക്കിടാവിനെ പോലെയും ഹേഷാരവും മുഴക്കുന്ന കുതിരകളെ പോലെയും ആണെങ്കിലും നിങ്ങളുടെ മാതാവ് അത്യധികം ലജ്ജിതയാകും. നിങ്ങളെ പ്രസവിച്ചവൾക്ക് അപകീർത്തിയുണ്ടാകും. അവൾ ജനതകളിൽ ഏറ്റവും താഴ്ന്നവളാകും. അവൾ ഉണങ്ങി വരേണ്ട മരുഭൂമിയായിത്തീരും. കർത്താവിൻ്റെ ക്രോധം നിബന്ധിച്ചതിനാൽ അവിടെ ആരും വസിക്കുകയില്ല. അത് തീർത്തും ശൂന്യമാകും. ബാബിലോണിലൂടെ കടന്നു പോകുന്നവർ ഭയപ്പെടും. അവൾക്കേറ്റ മുറിവുകൾ കണ്ട് പരിഹസിക്കും. വില്ലു കുലയ്ക്കുന്ന നിങ്ങൾ ബാബിലോണിനെതിരെ അണിനിരക്കുവിൻ. അവസാനത്തെ അസ്ത്രവും അവളുടെ നേരെ എയ്യുവിൻ. അവൾ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു. അവൾക്ക് ചുറ്റും നിന്ന് അട്ടഹസിക്കുവിൻ. അവൾ കീഴടങ്ങി, അവളുടെ കോട്ടകൾ വീണു, മതിലുകൾ തകർന്നു. ഇത് കർത്താവിൻ്റെ പ്രതികാരമാണ്. അവളോട് പ്രതികാരം ചെയ്യുവിൻ. അവൾ ചെയ്തതുപോലെ അവളോടും ചെയ്യുവിൻ. വിതയ്ക്കുന്നവനെയും കൊയ്യുന്നവനെയും ബാബിലോണിൽ നിന്ന് വിച്ഛേദിക്കുവിൻ. മർദ്ദകന്റെ വാൾ നിമിത്തം ഓരോരുത്തരും സ്വജനങ്ങളിലേക്കും സ്വദേശത്തേക്കും തിരിയും. സിംഹങ്ങൾ വേട്ടയാടുന്ന ആടിനെ പോലെയാണ് ഇസ്രായേൽ. ആദ്യം അസീറിയ രാജാവ് അവനെ വിഴുങ്ങി. ഇപ്പോഴിതാ ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ അവന്റെ അസ്ഥികൾ കാർന്നു തിന്നുന്നു. അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവിനെ ശിക്ഷിച്ചതുപോലെ ബാബിലോൺ രാജാവിനെയും അവന്റെ ദേശത്തെയും ഞാൻ ശിക്ഷിക്കുന്നു. ഞാൻ ഇസ്രായേലിനെ അവന്റെ മേച്ചിൽ സ്ഥലത്തേക്ക് അയക്കും. അവൻ കാർമലിലും ബാഷാനിലും മേയും. വേഗിലയാദിലെയും എഫ്രായിം മലകളിലെയും മേച്ചിൽപ്പുറങ്ങളിൽ അവൻ തൃപ്തി കണ്ടെത്തും. അക്കാലത്ത് ഇസ്രായേലിൽ തിന്മയും യൂദായിൽ പാപവും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ അവശേഷിപ്പിക്കുന്ന ജനത്തോട് ഞാൻ ക്ഷമിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. മെരത്തായും ദേശത്തിനെതിരെ ചെല്ലുവിൻ. പെക്കോദ് നിവാസികൾക്കെതിരെ നീങ്ങുവിൻ. അവരെ ആസകലം നശിപ്പിക്കുവിൻ.
ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു. യുദ്ധത്തിന്റെ ആരവവും മഹാസംഹാരവും. ഭൂമി മുഴുവനെയും തകർത്ത ചുറ്റിക എങ്ങനെ തകർന്നു! ജനതകളുടെ ഇടയിൽ ബാബിലോൺ എത്ര ബീഭത്സമായിരിക്കുന്നു! ബാബിലോണെ, നിനക്ക് ഞാൻ കെണിവച്ചു. നീ അതിൽ വീണു, നീ അത് അറിഞ്ഞില്ല. കർത്താവിനെതിരെ മത്സരിച്ചതിനാൽ നീ പിടിക്കപ്പെട്ടു. കർത്താവ് ആയുധപ്പുര തുറന്ന് ക്രോധത്തിന്റെ ആയുധങ്ങൾ പുറത്തെടുത്തു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് കൽദായരുടെ നാട്ടിൽ ഒരു കർമ്മം അനുഷ്ഠിക്കാനുണ്ട്. 4 ദിക്കിൽ നിന്നും അവൾക്കെതിരെ വന്ന് അവളുടെ അറപ്പുരകൾ തുറക്കുവിൻ. അവളെ നിശേഷം നശിപ്പിച്ച് ധാന്യകൂമ്പാരം പോലെ കൂട്ടുവിൻ. ഒന്നും അവശേഷിക്കരുത്. അവളുടെ കാളകളെ കൊന്നൊടുക്കുവിൻ. അവ അറവുശാലകളിലേക്ക് പോകട്ടെ. അവർക്ക് ദുരിതം. അവരുടെ ദിനം വന്നു കഴിഞ്ഞു, ശിക്ഷയുടെ മുഹൂർത്തം. നമ്മുടെ ദൈവമായ കർത്താവിന്റെ പ്രതികാരം സിയോനിൽ വിളംബരം ചെയ്യാൻ അവർ ബാബിലോണിൽ നിന്ന് ഇതാ ഓടുന്നു. ബാബിലോണിനെതിരെ വില്ലാളികളെ വിളിച്ചുകൂട്ടി ചുറ്റും താവളമടിക്കുവിൻ. ആരും രക്ഷപ്പെടരുത്. അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായ പ്രതികാരം ചെയ്യുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിനെ അവൾ ധിക്കരിച്ചു. അവളുടെ യുവാക്കൾ തെരുവുകളിൽ വീഴും. അവളുടെ പോരാളികളെല്ലാം അന്ന് നശിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവൻ കാൽത്തട്ടി വീഴും. അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവന്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കും. അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലും യൂദായും മർദ്ദനമേറ്റു. പിടിച്ചുകൊണ്ടുപോയവർ അവരെ വിട്ടയക്കാതെ തടഞ്ഞുവച്ചു. അവരുടെ വിമോചകൻ ശക്തനാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഭൂമിക്ക് സ്വസ്ഥതയും ബാബിലോണിന് അസ്വസ്ഥതയും വരുത്തുന്നതിന് അവൻ അവർക്കു വേണ്ടി വാദിക്കും. കൽദായരുടെ മേൽ, ബാബിലോൺ നിവാസികളുടെ മേൽ, അവളുടെ രാജാക്കന്മാരുടെയും ജ്ഞാനികളുടെയും മേൽ ഇതാ ഒരു വാൾ. ശകുനക്കാരുടെ മേൽ വാൾ, അവർ വിഡ്ഢികളാകും. യോദ്ധാക്കളുടെ മേൽ വാൾ, അവർ നിർമൂലരാകും. അവളുടെ കുതിരകളുടെയും രഥങ്ങളുടെയും മേൽ വാൾ, അവളുടെ ഇടയിലെ വിദേശ സൈന്യത്തിന്റെ മേൽ വാൾ. അവർ അബലകളെ പോലെയാകും. അവളുടെ സമ്പത്തിന്റെ മേൽ വാൾ, അവ കൊള്ളയടിക്കപ്പെടും. അവളുടെ ജലാശയങ്ങളുടെ മേൽ കൊടും വേനൽ, അവ വരണ്ടുപോകും. അത് വിഗ്രഹങ്ങളുടെ നാടാണ്. ബിംബങ്ങളെ ചൊല്ലി അവർ മതിച്ചിരിക്കുന്നു. ബാബിലോണിൽ വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപക്ഷികളും വിഹരിക്കും. അവിടെ ആരും ഒരിക്കലും വസിക്കുകയില്ല. ദൈവം തകർത്ത സോദോമിനെയും ഗൊമോറായെയും സമീപ നഗരങ്ങളെയും പോലെ അവിടെയും ആരും വസിക്കുകയില്ല. സഞ്ചാരികൾ തങ്ങുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ വടക്കുനിന്ന് ഒരു ജനത വരുന്നു, ശക്തമായ ഒരു ജനം. അനേകം രാജാക്കന്മാർ ദിഗന്ധങ്ങളിൽ നിന്ന് ഇളകി വരുന്നു. അവർ വില്ലും കുന്തവും ഏന്തിയിരിക്കുന്നു. അവർ കരുണയില്ലാത്ത ക്രൂരന്മാരാണ്. സമുദ്രത്തെ പോലെ അവർ ഗർജിക്കുന്നു. ബാബിലോൺ പുത്രി, പോരാളിയെ പോലെ പടക്കോപ്പണിഞ്ഞ് അവർ നിനക്കെതിരെ കുതിരപ്പുറത്തു വരുന്നു. ബാബിലോൺ രാജാവ് ഈ വാർത്ത കേട്ടു. അവന്റെ കരങ്ങൾ കുഴഞ്ഞു. പ്രസവവേദന അടുത്തവളെ പോലെ അവൻ കഠിനവേദനയാൽ പുളഞ്ഞു. ജോർദാൻ വനങ്ങളിൽ നിന്ന് പച്ചപിടിച്ച മേച്ചിൽപ്പുറങ്ങളിൽ ചാടി വീഴുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ അവളുടെ മേൽ നിയമിക്കും. എനിക്ക് തുല്യനായി ആരുണ്ട്? ആര് എന്നോട് കണക്ക് ചോദിക്കും? ഏത് ഇടയനാണ് എൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയുക? ബാബിലോണിനെതിരെ, കൽദായരുടെ ദേശത്തിനെതിരെ കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവിൻ. അവരുടെ ആട്ടിൻപറ്റത്തിലെ കുഞ്ഞാടുകൾ വലിച്ചിഴക്കപ്പെടും. അവരുടെ ദുർവിധി കണ്ട് മേച്ചിൽപ്പുറങ്ങൾ ഭയചകിതമാകും. ബാബിലോണിന്റെ പതനത്തിൽ ഭൂമി വിറയ്ക്കും. അവളുടെ നിലവിളി ജനതകൾക്കിടയിൽ മുഴങ്ങും. അധ്യായം 51. കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോണിനും കൽദായ നിവാസികൾക്കുമെതിരെ ഞാൻ ഒരു സംഹാരകനെ അയക്കും.
പാറ്റുന്നവരെ ഞാൻ ബാബിലോണിലേക്ക് അയക്കും. ദുരിതത്തിന്റെ നാളിൽ അവർ വന്ന് അവളെ പാറ്റി ശൂന്യമാക്കും. അവളുടെ വില്ലാളികളെ വില്ലുകുലയ്ക്കാനും പടയാളികളെ പോർച്ചട്ട അണിയാനും അനുവദിക്കരുത്. അവളുടെ യുവാക്കൾ അവശേഷിക്കരുത്. സൈന്യം മുഴുവൻ നശിക്കട്ടെ. അവർ കൽദായ ദേശത്ത് മരിച്ചു വീഴും. തെരുവീഥികളിൽ മുറിവേറ്റ് കിടക്കും. ഇസ്രായേലിനെയും യൂദായെയും അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായ തിന്മകൾ കൊണ്ട് കൽദായരുടെ നാട് നിറഞ്ഞിരിക്കുന്നു. ബാബിലോണിൽ നിന്ന് ഓടിയകലുവിൻ, ജീവൻ രക്ഷിക്കുവിൻ. അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. ഇത് കർത്താവിന്റെ പ്രതികാര ദിനമാണ്. അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിന്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്തു പിടിച്ചു. ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു. അവളെ ഓർത്ത് വിലപിക്കുവിൻ. അവളുടെ മുറിവുകൾക്ക് തൈലം അന്വേഷിക്കുവിൻ. അവൾ സുഖം പ്രാപിച്ചേക്കും. ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു, എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല. അവളെ മറന്നേക്കുക. നമുക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് മടങ്ങാം. അവളുടെ ശിക്ഷാവിധി സ്വർഗം വരെ എത്തുന്നു. അത് ആകാശം വരെ ഉയരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി നീതി നടത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ കർത്താവിന്റെ പ്രവൃത്തികൾ സിയോനിൽ നമുക്ക് പ്രഘോഷിക്കാം. അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുവിൻ, ആവനാഴി നിറയ്ക്കുവിൻ. മിദിയാൻ രാജാക്കന്മാരെ കർത്താവ് ഇളക്കിവിട്ടിരിക്കുന്നു. ബാബിലോണിനെ നശിപ്പിക്കാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇത് കർത്താവിന്റെ പ്രതികാരമാണ്, അവിടുത്തെ ആലയത്തിനു വേണ്ടിയുള്ള പ്രതികാരം. ബാബിലോണിന്റെ കോട്ടകൾക്കെതിരെ യുദ്ധക്കൊടി ഉയർത്തുവിൻ. കാവൽപ്പടയെ ശക്തമാക്കുവിൻ. കാവൽ ഭടന്മാർ സ്ഥാനം പിടിക്കട്ടെ. കെണികൾ ഒരുക്കുവിൻ. ബാബിലോൺ നിവാസികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിയിരിക്കുന്നു. സമൃദ്ധമായ ജലാശയത്തിനരികെ വസിക്കുന്ന അളവറ്റ ധനത്തിനുടമയായ നിന്റെ അന്ത്യം ആസന്നമായി. ഇതാ നിന്റെ ജീവധാര അറ്റിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് സ്വന്തം നാമത്തിൽ ശപഥം ചെയ്തിരിക്കുന്നു. വെട്ടുകിളികളെ പോലെ എണ്ണമറ്റ ഭടന്മാരെ ഞാൻ നിനക്കെതിരെ നിരത്തും. അവർ വിജയാരവം മുഴക്കും. തൻ്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു. അറിവിനാൽ ആകാശത്തെ വിരിച്ചു. അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ അലറുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകളെ അയക്കുന്നു. തൻ്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു. ഇവയുടെ മുൻപിൽ മനുഷ്യൻ വിസ്മയിച്ച് വിഡ്ഢികളായി നിൽക്കുന്നു. സ്വർണശില്പി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു. അവന്റെ ശില്പങ്ങൾ വ്യാജമത്രേ, ജീവശ്വാസം അവയിലില്ല. അവ വ്യർത്ഥമാണ്, വെറും മിഥ്യാമൂർത്തികൾ. ശിക്ഷാദിനത്തിൽ അവ നാശമടയും. യാക്കോബിന്റെ അവകാശമായവൻ അതുപോലെയല്ല. അവിടുന്നാണ് സകലത്തിനും രൂപം നൽകിയത്. ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. നീ എൻ്റെ കയ്യിലെ കൂടമാണ്, എൻ്റെ ആയുധം. നിന്നെക്കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും, സാമ്രാജ്യങ്ങളെ തകർക്കും. കുതിരകളെയും കുതിരക്കാരെയും രഥങ്ങളെയും സാരഥികളെയും ഞാൻ ചിതറിക്കും. നിന്നെക്കൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വൃദ്ധരെയും ശിശുക്കളെയും യുവാക്കളെയും യുവതികളെയും ഞാൻ സംഹരിക്കും. ഇടയന്മാരെയും ആടുകളെയും കർഷകരെയും ഉഴവുകാളകളെയും നായകന്മാരെയും ഭരണാധിപന്മാരെയും നിന്നെക്കൊണ്ട് ഞാൻ നശിപ്പിക്കും. ബാബിലോണും കൽദായ ജനതയും സിയോനിൽ ചെയ്ത അതിക്രമങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൺമുൻപിൽ വച്ച് അവരോട് പകരം ചോദിക്കും. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശപർവ്വതമേ, ഞാൻ നിനക്കെതിരെ കൈനീട്ടി പാറയിടുക്കിൽ നിന്ന് നിന്നെ ഉരുട്ടിയിടും. നീ കരിഞ്ഞ പർവ്വതമാകും. കർത്താവ് അരുളി ചെയ്യുന്നു. മൂലക്കല്ലിനോ അടിസ്ഥാന ശിലയ്ക്കോ വേണ്ടി ആരും ഒരു കല്ലും നിന്നിൽ നിന്ന് എടുക്കുകയില്ല. നീ നിത്യശൂന്യതയാകും. ദേശത്തെല്ലാം യുദ്ധക്കൊടി ഉയർത്തുവിൻ. ജനതകളുടെ ഇടയിൽ കാഹളമൂതുവിൻ. അവളോട് യുദ്ധം ചെയ്യാൻ ജനതകളെ സജ്ജമാക്കുവിൻ. അരാറാത്ത്, മിന്നി, അഷ്കെനാസ് എന്നീ രാജ്യങ്ങളെ അവൾക്കെതിരെ വിളിച്ചുകൂട്ടുവിൻ.
അവൾക്കെതിരെ സേനാധിപന്മാരെ വിളിച്ചുകൂട്ടുവിൻ. വെട്ടുകിളികളെ പോലെ കുതിരപ്പട ഇരമ്പിയെടുക്കട്ടെ. മിദിയാൻ രാജാക്കന്മാരെയും ദേശാധിപതികളെയും പ്രതിനിധികളെയും അവരുടെ ജനതകളെയും അവൾക്കെതിരെ യുദ്ധത്തിനൊരുക്കുവിൻ. ബാബിലോൺ വിജനമാക്കാനുള്ള കർത്താവിൻ്റെ തീരുമാനം പൂർത്തിയാകുന്നതുകൊണ്ട് ദേശം വിറയ്ക്കുകയും വേദനയാൽ പൊളിയുകയും ചെയ്യുന്നു. ബാബിലോൺ വീരന്മാർ യുദ്ധം നിർത്തി കോട്ടകളിൽ അഭയം പ്രാപിച്ചു. അവർ ശക്തി ക്ഷയിച്ച് സ്ത്രീകളെ പോലെയായി. അവളുടെ ഭവനങ്ങൾ അഗ്നിക്കിരയായി. ഓടാമ്പലുകൾ തകർന്നു. നഗരം എല്ലാ വശത്തു നിന്നും പിടിക്കപ്പെട്ടു. കടവുകൾ അധീനമായി. കാവൽ ഗോപുരങ്ങൾ അഗ്നിക്കിരയായി. പടയാളികൾ പരിഭ്രാന്തരായി. ഈ വാർത്ത ബാബിലോൺ രാജാവിനെ അറിയിക്കാൻ ദൂതന്മാർ ഒന്നിനു പുറമെ ഒന്നായി ഓടുന്നു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: ബാബിലോൺ പുത്രി കൊയ്ത്തുകാലത്തെ മെതിക്കളം പോലെയാകും. അവളുടെ കൊയ്ത്തുകാലം ഉടനെ വരും. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ എന്നെ വിഴുങ്ങി, എന്നെ തകർത്തു, എന്നെ ശൂന്യമാക്കി. ഭീകരസത്വത്തെ പോലെ അവൻ എന്നെ വിഴുങ്ങി. എൻ്റെ സ്വാദേറിയ ഭോജനങ്ങൾ കൊണ്ട് വയറു നിറയ്ക്കുകയും എന്നെ കുടഞ്ഞെറിയുകയും ചെയ്തു. എന്നോടും എൻ്റെ ബന്ധുക്കളോടും ചെയ്ത അതിക്രമത്തിൻ്റെ ഫലം ബാബിലോണിൻ്റെ മേൽ പതിക്കട്ടെ എന്ന് സിയോൻ നിവാസികൾ പറയട്ടെ. എൻ്റെ രക്തത്തിന് കൽദായർ ഉത്തരവാദികളായിരിക്കും എന്ന് ജെറുസലേം പറയട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ നിനക്കു വേണ്ടി വാദിക്കും, നിനക്കു വേണ്ടി പ്രതികാരം ചെയ്യും. അവളുടെ കടലും നീർച്ചാലും ഞാൻ വറ്റിക്കും. ബാബിലോൺ നാശകൂമ്പാരവും കുറുനരികളുടെ വിഹാര രംഗവുമാകും. അത് ബീഭത്സമായ നിന്നാപാത്രമാകും. ആരും അവിടെ വസിക്കുകയില്ല. അവർ സിംഹങ്ങളെ പോലെ ഗർജിക്കും, സിംഹക്കുട്ടികളെ പോലെ മുരളും. ആർത്തിപൂണ്ട അവർക്ക് ഞാൻ വിരുന്നൊരുക്കും. കുടിച്ചു മതിച്ച് അവർ ബോധമറ്റു വീഴും. ഉണരാത്ത നിദ്രയിൽ അവർ അമരും. കർത്താവ് അരുളി ചെയ്യുന്നു: ചെമ്മരിയാടുകളെ പോലെ ഞാൻ അവരെ കൊലക്കളത്തിലേക്ക് നയിക്കും, മുട്ടാടുകളെയും കോലാട്ടുകൊറ്റന്മാരെയും പോലെ. സമസ്ത ലോകത്തിൻ്റെയും പ്രശംസയ്ക്ക് പാത്രമായ ബാബിലോൺ എങ്ങനെ പിടിക്കപ്പെട്ടു? ജനതകൾക്കിടയിൽ അവൾ ഒരു ബീഭത്സ വസ്തുവായതെങ്ങനെ? ബാബിലോണിനെ കടൽ കടന്നാക്രമിച്ചിരിക്കുന്നു. പ്രക്ഷുബ്ധമായ തിരമാലകൾ അവളെ മൂടി. അവളുടെ നഗരങ്ങൾ ബീഭത്സമായി. ഉണങ്ങിവരേണ്ട മരുപ്രദേശം, നിർജ്ജന ഭൂമി, മനുഷ്യൻ കാലുകുത്താത്ത ദേശം. ബാബിലോണിലെ ബേൽ മൂർത്തിയെ ഞാൻ ശിക്ഷിക്കും. അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും. ജനതകൾ അവനെ സമീപിക്കുകയില്ല. ബാബിലോണിന്റെ കോട്ട തകർന്നിരിക്കുന്നു. എൻ്റെ ജനമേ, അവളുടെ അടുത്തുനിന്ന് ഓടി അകലുവിൻ. കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ. നാട്ടിൽ അക്രമം, ഭരണാധിപൻ ഭരണാധിപനെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ബാബിലോണിന്റെ വിഗ്രഹങ്ങൾ ഞാൻ തകർക്കുന്ന ദിവസം വരുന്നു. അവളുടെ ദേശം ലജ്ജിക്കും. അവളുടെ നിഹതന്മാർ അവളുടെ മധ്യേ വീഴും. അപ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളവയും ബാബിലോണിന്റെ നാശത്തിൽ സന്തോഷിച്ചു പാടും. കാരണം വടക്കുനിന്ന് സംഹാരകൻ വന്നുചേരും. കർത്താവ് അരുളി ചെയ്യുന്നു: ലോകമെങ്ങുമുള്ള ജനങ്ങളെ കൊന്നുവീഴ്ത്തിയ ബാബിലോൺ ഇസ്രായേലിലെ നിഹതന്മാരെ പ്രതി അപ്രകാരം തന്നെ നിലംപതിക്കണം. വാളിൽ നിന്ന് രക്ഷപ്പെട്ട നീ നിൽക്കാതെ ഓടുക. വിദൂരത്തു നിന്ന് കർത്താവിനെ ഓർക്കുക. ജെറുസലേം നിന്റെ സ്മരണയിലുണ്ടായിരിക്കട്ടെ. പരിഹാസ വചനങ്ങൾ കേട്ട് ഞങ്ങൾ ലജ്ജിതരായിരിക്കുന്നു. അവമാനം ഞങ്ങളുടെ മുഖം മൂടുന്നു. കർത്താവിൻ്റെ ഭവനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ വിജാതീയർ പ്രവേശിച്ചു. ബാബിലോണിന്റെ വിഗ്രഹങ്ങളെ ഞാൻ നശിപ്പിക്കുന്ന ദിവസം വരുന്നു. അന്ന് അവളുടെ ദേശത്തു നിന്ന് വ്രണിതരുടെ രോദനം ഉയരും. ബാബിലോൺ ആകാശം വരെ ഉയർന്നാലും ഉന്നതങ്ങളിൽ കോട്ട കെട്ടിയാലും ഞാൻ അവളുടെ മേൽ സംഹാരകനെ അയക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ ബാബിലോണിൽ നിന്ന് ഒരു നിലവിളി, കൽദായ ദേശത്തു നിന്ന് ഭീകരനാശത്തിന്റെ മുഴക്കം. കർത്താവ് ബാബിലോണിനെ ശൂന്യമാക്കുന്നു. അവളുടെ ഗംഭീര ശബ്ദം ഇല്ലാതാക്കുന്നു. സൈന്യങ്ങൾ തിരമാലകൾ പോലെ ആർത്തെടുക്കുന്നു. അവളുടെ ആരവം ഉയരുന്നു. ഇതാ സംഹാരകൻ അവൾക്കെതിരെ വന്നു കഴിഞ്ഞു. യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു.
അവളുടെ വില്ലുകൾ തകർന്നു. എന്തെന്നാൽ കർത്താവ് പ്രതികാരത്തിന്റെ ദൈവമാണ്, അവിടുന്ന് പകരം വീട്ടും. അവളുടെ പ്രഭുക്കളെയും ജ്ഞാനികളെയും ദേശാധിപതികളെയും സേനാധിപന്മാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മത്തരാക്കും. അവർ ഒരിക്കലും ഉണരാത്ത നിദ്രയിലാഴും. സൈന്യങ്ങളുടെ രാജാവായ കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോണിന്റെ ശക്തിദുർഗങ്ങൾ നിലം പതിക്കും, കവാടങ്ങൾ അഗ്നിക്കിരയാകും. ജനങ്ങളുടെ അധ്വാനം വ്യർത്ഥമാകും, അവരുടെ പ്രയത്നഫലം കത്തിനശിക്കും. മക്സേയായുടെ പുത്രനായ നേരിയായുടെ പുത്രൻ സെരായായ്ക്ക് ജെറമിയ പ്രവാചകൻ നൽകിയ കൽപ്പന. രാജാവിന്റെ അംഗരക്ഷകനായിരുന്ന അവൻ സെദക്കിയായുടെ 4-ാം ഭരണവർഷം രാജാവിനോടൊപ്പം ബാബിലോണിലേക്ക് പോയപ്പോഴാണ് ജെറമിയ ഇത് പറഞ്ഞത്. ബാബിലോണിന് വരുന്ന നാശം ജെറമിയ ഒരു പുസ്തകത്തിൽ എഴുതി. ജെറമിയ സെരായായോട് പറഞ്ഞു, ബാബിലോണിലെത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം, കർത്താവേ, മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യശൂന്യതയാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ചു കളയുമെന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ എന്ന് പറയണം. വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ലുകെട്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും. അവർ തളർന്നു പോകും, അത് ഇനി പൊങ്ങി വരികയില്ല. ഇതാണ് ജെറമിയായുടെ വചനങ്ങൾ. അധ്യായം 52. ജെറുസലേമിന്റെ നാശം. രാജാവായപ്പോൾ സെദക്കിയായ്ക്ക് 21 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൽ ആയിരുന്നു അവന്റെ മാതാവ്. യഹോയാക്കീമിനെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവിന്റെ കോപം ജെറുസലേമിന്റെയും യൂദായുടെയും മേൽ നിപതിച്ചു. അവിടുന്ന് അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. സെദക്കിയ ബാബിലോൺ രാജാവിനോട് കലഹിച്ചു. സെദക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ സൈന്യസമേതം ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അവന്റെ 11-ാം ഭരണവർഷം വരെ ആ ഉപരോധം തുടർന്നു. 4-ാം മാസം 9-ാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർന്ന ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി. കൽദായർ നഗരം വളഞ്ഞിരുന്നു. സെദക്കിയ പടയാളികളോടുകൂടെ രാത്രിയിൽ രാജകീയ ഉദ്യാനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലുള്ള കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബായിലേക്കോടി. എന്നാൽ കൽദായ സൈന്യം സെദക്കിയ രാജാവിനെ പിന്തുടർന്ന് ചെന്ന് ജെറീക്കോ സമതലത്തിൽ വച്ച് പിടികൂടി. അവന്റെ സൈന്യം ചിതറിപ്പോയി. അവർ രാജാവിനെ ബന്ധിച്ച് ഹമാത്തിലെ റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്തു കൊണ്ടുവന്നു. അവൻ സെദക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. ബാബിലോൺ രാജാവ് സെദക്കിയായുടെ പുത്രന്മാരെ അവന്റെ മുൻപിൽ വച്ചു കൊന്നു. യൂദായിലെ പ്രഭുക്കന്മാരെയും റിബ്ലായിൽ വച്ച് വധിച്ചു. അവൻ സെദക്കിയായുടെ കണ്ണുകൾ ചുഴന്നെടുത്ത് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ദേവാലയം അഗ്നിക്കിരയാകുന്നു. 5-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ 19-ാം ഭരണവർഷം നബുക്കദ്നേസറിന്റെ അംഗരക്ഷക പ്രധാനിയായ നെബുസരദാൻ ജെറൂസലേമിൽ പ്രവേശിച്ചു. അവൻ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും മറ്റു മാളികകളും അഗ്നിക്കിരയാക്കി. അവനോടൊപ്പം ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറൂസലേമിന് ചുറ്റുമുള്ള മതിലുകൾ തകർത്തു. ശില്പികളെയും ബാബിലോൺ രാജാവിന്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നെബുസരദാൻ പിടിച്ചുകൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരായും അവിടെ തന്നെ നിയമിച്ചു. കൽദായർ കർത്താവിന്റെ ഭവനത്തിലെ ഓട്ടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണിയും ഉടച്ച കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കുടങ്ങൾ, കോരികകൾ, തിരിയണയ്ക്കാനുള്ള കത്രികകൾ, ശശകങ്ങൾ, ധൂപശലകങ്ങൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇതര ഓട്ടുപാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി. കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച കോപ്പകൾ, വരച്ചട്ടികൾ, തളികകൾ, കലശങ്ങൾ, വിളക്കുകാലുകൾ,
ധൂപപാത്രങ്ങൾ, ക്ഷാളനപാത്രങ്ങൾ ഇവയും നെബൂസരദാൻ കൊള്ളയടിച്ചു. സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച 2 തൂണുകളുടെയും ജലസംഭരണികളുടെയും അതിനിടയിലുണ്ടായിരുന്ന 12 കാളകളുടെയും പീഠങ്ങളുടെയും ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം. തൂണുകളുടെ ഉയരം 18 മുഴവും ചുറ്റളവ് 12 മുഴവും ആയിരുന്നു. 4 വിരൽ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത്. അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടങ്ങളുണ്ടായിരുന്നു. മകുടത്തിന്റെ ഉയരം 5 മുഴം. ചുറ്റും ഓടുകൊണ്ട് വല പോലെ നിർമ്മിച്ച ചട്ടക്കൂടും മാതളപ്പഴങ്ങളും അതിലുണ്ടായിരുന്നു. 2 തൂണുകളും ഒന്നുപോലെയായിരുന്നു. മകുടത്തിന്റെ വശങ്ങളിൽ 96 മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു. ചട്ടക്കൂടിൽ ആകെ 100 മാതളപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. ജനം പ്രവാസത്തിലേക്ക്. പ്രധാന പുരോഹിതൻ സെരായിയായെയും സഹപുരോഹിതൻ സെഫാനിയായെയും 3 വാതിൽ കാവൽക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാധിപതിയെയും രാജാവിൻ്റെ ഉപദേഷ്ടാക്കളായി നഗരത്തിൽ കണ്ട 7 പേരെയും സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാധിപന്റെ കാര്യദർശിയെയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട 60 പേരെയും കാവൽ പടനായകൻ ബന്ധനസ്ഥരാക്കി. സേനാനായകനായ നെബൂസരദാൻ അവരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ വച്ച് രാജാവ് അവരെ വധിച്ചു. അങ്ങനെ യൂദ സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതനായി. നബൂഖദ്നേസർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുടെ എണ്ണം ഇതാണ്. അവന്റെ 7-ാം ഭരണവർഷം 3023 യഹൂദർ, 18-ാം ഭരണവർഷം 832 പേർ, 23-ാം ഭരണവർഷം നെബൂസരദാൻ പിടിച്ചുകൊണ്ടുപോയ 745 യഹൂദർ, ആകെ 4600 പേർ. എവിൽ മൊറേദാക്ക് ബാബിലോണിന്റെ ഭരണമേറ്റെടുത്ത വർഷം യൂദാ രാജാവായ യഹോയാക്കിനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവന്റെ കാരാഗൃഹവാസത്തിന്റെ 37-ാം വർഷം 12-ാം മാസം 25-ാം ദിവസമായിരുന്നു അത്. അവൻ യഹോയാക്കിനോട് സൗഹാർദ്ദപൂർവം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടൊപ്പമുള്ള രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. യഹോയാക്കിൻ കാരാഗൃഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും അവൻ രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. അവന്റെ അനുദിന ആവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു പോന്നു.